ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ രാവിലെ നോക്കിയപ്പോൾ ഒത്തിരി ശംഖുപുഷ്പം പൂക്കൾ നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ പറിച്ചിട്ട് ഒന്ന് പുട്ടുണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഒരു ഹെൽത്തി പുട്ട് ഇന്ന് നമുക്ക് ഉണ്ടാക്കാം, അതും നീല കളറിൽ. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ആദ്യം നമുക്കിതിനെ ക്ലീൻ ചെയ്തെടുക്കാം. ഈ പച്ച ഞെട്ടിരിക്കാതിരുന്നാൽ മതി, അതായത് ഞെട്ടും പൂമ്പൊടിയും മാത്രം കളഞ്ഞാൽ മതി. ഇതൊന്നും എളുപ്പമാണ്, നമുക്ക് ഇങ്ങനെ തൊടുമ്പോഴേ അതിങ്ങ് വരും. ഇത് ഞാൻ കഴുകിയൊന്നുമില്ല, നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ഇത് നല്ല വൃത്തിയുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യമായ വെള്ളം ഒഴിക്കാം. ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് തിളപ്പിക്കാം. ഇനി നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ ഈ ശംഖുപുഷ്പത്തിൻ്റെ നീല കളറൊക്കെ വെള്ളത്തിൽ വരും. വെള്ളം നല്ല നീല കളറാവും. നമുക്കത് തണുപ്പിച്ച് കുടിക്കുകയും ചെയ്യാം. കിട്ടിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ മഷി പോലെ വന്നിട്ടുണ്ട്, കളർ മഷിയുടെ കളർ. കുറച്ചുകൂടെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം ഇനി ഈ വെള്ളം ഉപയോഗിച്ച് ഇന്ന് പുട്ടുണ്ടാക്കാൻ പോവുകയാണ്, നീല പുട്ടുണ്ടാക്കാൻ പോയി. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചെടുക്കാം. നല്ല കളറ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഈ വെള്ളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കാം. അതിൽ വേണമെങ്കിൽ നാരങ്ങ വെള്ളമായിട്ട് ലെമൺ ചേർത്ത് കുടിക്കാം. ഞാൻ ഇതിലൊരു 4 തവി പുട്ടുപൊടി എടുത്തു. അതിനോടൊപ്പം തന്നെ ഉപ്പോട്ട് ഇളക്കി കൊടുത്തു. ഉപ്പൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശംഖുപുഷ്പം വെള്ളം ആവശ്യാനുസരണം ഉപയോഗിച്ച് നനച്ചെടുക്കുക. ഇതാണ് കറക്റ്റ് പരുവം. ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട. അപ്പോൾ നമുക്കിനി പുട്ടുണ്ടാക്കി തുടങ്ങാം. ഞാനൊരു അരമുറി തേങ്ങ തിരികെയൊക്കെ വെച്ചിട്ടുണ്ട്. പുട്ടുണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, അതൊന്നും ഇനിയിപ്പോൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇനി പുട്ടുകുറ്റിയിൽ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് മാവിട്ട് കൊടുക്കാം. ഈ പുട്ടുകുറ്റിയുടെ പകുതിയോളം മാവിട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കാം. വീണ്ടും മാവിട്ട് കൊടുക്കാം. അവസാനം വീണ്ടും തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം പുട്ടുകുറ്റി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി പുട്ട് എടുക്കാം. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ പുട്ട് തിന്നാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ കളർഫുള്ളായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരൊക്കെ കഴിക്കും. അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ നീലപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. പപ്പടവും കാച്ചി പയറും വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണ് ശംഖുപുഷ്പം പുട്ട്, പയറവിച്ചത്, പപ്പടം ഇട്ടിട്ട് സൂപ്പർ ടേസ്റ്റ്. പിന്നെ ശംഖുപുഷ്പം വെള്ളം, ബ്ലൂ ടീ. അല്ല, അടിപൊളി കോമ്പിനേഷൻ.